എല്ലാവർക്കും നമസ്കാരം. ലൈവ് അപ്ഡേറ്റ് ആണ്. ബിഗ് ബോസിനും അടുത്ത് ഇതിങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് പല തവണ വിളിച്ചു പറഞ്ഞു, ഒരെണ്ണം കേൾക്കുന്നില്ല. എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് വന്ന് ലിവിംഗ് റൂമിൽ എത്തിയതിന് ശേഷം ബിഗ് ബോസ് പറയാണ്, ആ ടാസ്ക് ലെറ്ററിൽ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ടാസ്ക് ചെയ്യാൻ നോക്കൂ എന്ന് ബിഗ് ബോസ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ടാസ്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അവരവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അത് ഏത് രീതിയിലൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ ടാസ്ക് ലെറ്റർ വായിച്ചു നോക്കി ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കണമെന്നുള്ള ബോധം അവിടെയുള്ള ഒരെണ്ണത്തിനും ഇല്ല. അത് ഏത് ടാസ്ക് കൊടുത്താലും ഇല്ല. എനിക്ക് തോന്നുന്നു പിന്നെയും ഒരുവിധം അവരവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ പിടിച്ചിട്ട് പെർഫോം ചെയ്യുന്നത് അനീഷും ഷാനവാസും നൂറയും അഭിലാഷും ആണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ബോധം ഇല്ലാത്തതുപോലെയാണ്. വന്നിട്ടുള്ള അതിഥികളോടും ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങളൊരു ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ പെരുമാറുവോ, എന്തൊക്കെ ആവശ്യപ്പെടുവോ അതൊക്കെ തന്നെയാണ് ഇവിടെ വന്നും ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ശോഭയും ഷിയാസും പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടാവുന്നത് പോലെ മാക്സിമം അവർ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള രീതിയിലൊന്നും അല്ല. ഇപ്പോൾ ശോഭയൊക്കെ ആണെങ്കിലും കൊടുക്കേണ്ടവർക്കൊക്കെ നല്ല രീതിയിലൊക്കെ കൊടുത്തു തന്നെയാണ് പോകുന്നത്. എന്നാലും ഹോട്ടൽ ടാസ്ക് ആണല്ലോ, അപ്പോൾ ആ ടാസ്കിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അതിഥികളോടും വീട്ടുകാരോടുമായിട്ട് ബിഗ് ബോസ് പറയാണ്. അതിനുശേഷം ലക്ഷ്മീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ഇത്രയും നേരം പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിക്കാർക്ക് ഈ സ്റ്റാർ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് വന്നിട്ടുള്ള അതിഥികളോട് ചോദിച്ചിട്ട് അവരുടെ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കേണ്ടത്. അവർ ഏത് തരത്തിലുള്ള റിവ്യൂ പറഞ്ഞാലും ആർക്കൊക്കെ എത്രയൊക്കെ കോയിൻ വീതമാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ അന്തിമ തീരുമാനം ലക്ഷ്മിയുടെ തന്നെ ആയിരിക്കും എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും സ്റ്റാർ കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിൽ ഷിയാസും ശോഭയും പറയുന്നു ബാത്റൂമാണ് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളത്, അതുകൊണ്ട് അഭിലാഷിനും നൂറയ്ക്കും ഓരോ സ്റ്റാറുകൾ വീതം കൊടുക്കുന്നു. അപ്പോൾ ബെഡ്റൂം ക്ലീൻ ചെയ്ത അനീഷിനും ഷാനവാസിനും ഈ സ്റ്റാർ കൊടുക്കണമെന്നുള്ളതാണ് ഷിയാസിൻ്റെ ആഗ്രഹം. പക്ഷേ ശോഭയ്ക്ക് അതിന് താല്പര്യമില്ല. ശോഭ പോയിട്ട് ബെഡ്റൂമൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ബെഡിൻ്റെ മേളിൽ തുണിയൊക്കെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഷിയാസ് പറയുന്നു, ഞാൻ പറഞ്ഞ ഉടനെ അവർ ഓരോന്നും ചെയ്തതാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ശോഭ സമ്മതിക്കുന്നില്ല. തിരിച്ച് ലിവിംഗ് റൂമിൽ വന്നിരുന്നതിന് ശേഷം ശോഭ പറയുന്നു, ഈ ബെഡ്റൂമിൻ്റെ ആൾക്കാരുടെ കാര്യം അവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കട്ടെ, നമുക്ക് കിച്ചണിലെ കാര്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒണിയിലിനും ജിഷിനും ഓരോ സ്റ്റാർ കൊടുക്കുന്നു. പിന്നീട് ആര്യന് ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട്. കാര്യം ആര്യൻ ഈ സാരിത്തുമ്പ് പിടിച്ച് നടക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ആര്യനെ ശരിക്കും ആക്കുന്നത് പോലെ തോന്നുമെങ്കിലും ആര്യൻ്റെ ക്യാരക്ടർ അതല്ല. ആര്യൻ്റെ ക്യാരക്ടർ ആദിലേൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ എന്നാലും ശോഭ ആര്യനൊരു സ്റ്റാർ കൊടുക്കുന്നുണ്ട്. പിന്നീട് നെവിന് കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഷിയാസ് വീണ്ടും അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കാര്യം പറയുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഓരോ സ്റ്റാർ വീതം കൊടുക്കുന്നു. അനുവിന് കൊടുക്കുന്നു. കാരണം പ്ലാച്ച് പോയതിൻ്റെ സങ്കടത്തിലും മാനേജറുടെ ജോലി ചെയ്തു എന്നുള്ള റീസണിൽ അനുവിനൊരു സ്റ്റാർ കൊടുക്കുന്നു. അപ്പം ഈ ഓരോരുത്തർക്കും സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് ബിന്നീൻ്റെ മുഖം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ബിന്നിക്ക് നല്ല സങ്കടമുണ്ട് സ്റ്റാർ കിട്ടാത്തതിൽ. പിന്നീട് സാബുമാനാണ് ഒരു സ്റ്റാർ കൊടുക്കുന്നത്. അതിൽ ശോഭ പറയുന്ന കാര്യം സാബുമാൻ്റെ മുഖത്തിരിക്കുന്ന മാസ്ക് നല്ലതുപോലെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരു സംശയം, ഈ ആദിലയ്ക്കും ആര്യനും ലക്ഷ്മിക്കും ഇവർക്ക് 3 പേർക്കും നല്ലപോലെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നേരിട്ട് ഇവരെ തിരഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ അവരിൽ ആർക്കെങ്കിലും സ്റ്റാർ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം അവിടെ പറയുന്നു. അങ്ങനെ ലക്ഷ്മിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുന്നു. അവിടെ എന്താണ് സംസാരിച്ചതെന്നുള്ളത് ലൈവിൽ കാണിക്കുന്നില്ല. പക്ഷേ ലക്ഷ്മി തിരിച്ചു വന്നിട്ട് പറയുന്നത്, ലക്ഷ്മിക്കും ആര്യനും ആദിലേക്കും സ്റ്റാറുകൾ കൊടുക്കാൻ കഴിയില്ല, കാരണം അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ആര്യന് കൊടുത്ത സ്റ്റാർ തിരിച്ചു വാങ്ങിയതിന് ശേഷം അത് അക്ബറിന് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും സ്റ്റാറൊക്കെ കൊടുത്തതിന് ശേഷം ബിഗ് ബോസ് വീണ്ടും ഇവരോട് പറയുകയാണ്, ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, അവരവരുടെ ജോലികൾ ഭംഗിയാക്കി നിർവഹിക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഓരോരുത്തരും അവരവരുടെ ജോലികൾ തന്നെയാണോ ചെയ്യുന്നതെന്നുള്ളത് മാനേജറായിട്ടുള്ള ലക്ഷ്മി ശ്രദ്ധിക്കാനും പറയുന്നുണ്ട്.